വെൽക്കം ടു പാർട്ട് 2 ക്ലാസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് സയൻസ് ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തൊക്കെയായിരുന്നു അത്? കാന്തം സോളിനോയിഡിനരികിൽ നിശ്ചലമായിരിക്കുമ്പോൾ ഗാൽവനോമീറ്റർ സൂചി ചലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഉണ്ടായിട്ടില്ല. കാന്തത്തിൻ്റെ ഉത്തരധ്രുവം സോളിനോയിഡിനുള്ളിലേക്ക് നീക്കിയപ്പോഴോ ഗാൽവനോമീറ്റർ സൂചി ചലിച്ചു, ദിശ ഇടത്തോട്ട്. കാന്തം സോളിനോയിഡിനുള്ളിൽ നിശ്ചലമാക്കിയപ്പോഴോ ചലിക്കുന്നില്ല, അവിടെ വൈദ്യുതി ഉണ്ടായിട്ടില്ല. കാന്തം സോളിനോയിഡിൽ നിന്ന് പുറത്തേക്ക് നീക്കുമ്പോഴോ ചലിച്ചു, ദിശ അതിൻ്റെ വിപരീത ദിശയിലായിരുന്നു, വലത്തോട്ട്. കാന്തത്തിൻ്റെ ദക്ഷിണ ധ്രുവം സോളിനോയിഡിനുള്ളിലേക്ക് നീക്കിയപ്പോഴോ ചലിച്ചു, ദിശ വലത്തോട്ട്. കാന്തം സോളിനോയിഡിനുള്ളിൽ വെച്ച് രണ്ടും ഒരുമിച്ച് ഒരേ വേഗത്തിൽ ഒരേ ദിശയിൽ ചലിപ്പിച്ചപ്പോഴോ ചലിച്ചില്ല, വൈദ്യുതി ഉണ്ടായിട്ടില്ല. കാന്തം സ്ഥിരമാക്കി വെച്ച് സോളിനോയിഡ് ചലിപ്പിച്ചപ്പോഴോ ചലിച്ചു, കാന്തത്തിൻ്റെ ധ്രുവത അനുസരിച്ച്. അപ്പോൾ ഇവിടെ കാന്തവും സോളിനോയിഡും തമ്മിലുള്ള ഒരു ആപേക്ഷിക ചലനം ഉണ്ടായപ്പോൾ മാത്രമാണ് ഇവിടെ വൈദ്യുതി ഉണ്ടായത്. അതുകൊണ്ടാണ് ഗാൽവനോമീറ്റർ സൂചി ചലിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കാന്തിക ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ കാന്തശക്തി ഉപയോഗിച്ച് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൈക്കിൾ ഫാരഡേ ആണ്. ഒരു സോളിനോയിഡുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ മാറ്റം വരുമ്പോൾ അതിൽ വൈദ്യുതി പ്രേരിതമാവുന്ന ഈ പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം എന്ന് വിളിക്കുന്നത്. ഈ വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ വഴി അവിടെ വൈദ്യുതി ഉണ്ടാവുകയും അതോടൊപ്പം വോൾട്ടത ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന വൈദ്യുതിയെയാണ് പ്രേരിത വൈദ്യുതി എന്നും, അതുപോലെ തന്നെ ഈ കാന്തിക പ്രേരണം വഴി ഉണ്ടാകുന്ന വോൾട്ടതയെയാണ് പ്രേരിത EMF എന്നും വിളിക്കുന്നത്. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നതിൻ്റെ ഷോർട്ട് നെയിമാണ് EMF. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന EMFൻ്റെ അളവ് എങ്ങനെയായിരിക്കും? ചില സന്ദർഭങ്ങളിൽ കൂടുകയും ചില സന്ദർഭങ്ങളിൽ കുറയുകയും ചെയ്യുന്നതായിരിക്കും. ഈ EMFനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. താഴെ പറയുന്ന പ്രവർത്തനം നിരീക്ഷിക്കുക. മുകളിൽ ചെയ്ത അതേ പ്രവർത്തനം തന്നെ ചെറിയൊരു മാറ്റം വരുത്തി നോക്കുന്നു. 1. സോളിനോയിഡിനുള്ളിലേക്ക് ശക്തി കൂടിയ കാന്തത്തെയാണ് ചലിപ്പിക്കുന്നത്. ഇവിടെ ഗാൽവനോമീറ്റർ സൂചി വിഭ്രംശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സോളിനോയിഡിൽ കൂടുതൽ കറണ്ട് കടന്നുപോയി, അല്ലെങ്കിൽ അവിടെ EMFൻ്റെ അളവ് കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് ഗാൽവനോമീറ്റർ സൂചിയുടെ ചലനം എത്രത്തോളം നീങ്ങി എന്നതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അതുപോലെ ശക്തി കുറഞ്ഞ കാന്തമാണ് സോളിനോയിഡിനുള്ളിലേക്ക് നാം ചലിപ്പിച്ചപ്പോഴോ അപ്പോഴും ഗാൽവനോമീറ്റർ സൂചി വിഭ്രംശിച്ചതായിട്ട് കാണാം. പക്ഷേ ഈ വിഭ്രംശനം വളരെ കുറവായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സോളിനോയിഡിൽ ഉണ്ടായ കറണ്ട് അല്ലെങ്കിൽ EMF വളരെ കുറവായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പ്രവർത്തനത്തിലും ഗാൽവനോമീറ്റർ സൂചി വിഭ്രംശിക്കാൻ കാരണം സോളിനോയിഡിലൂടെ കറണ്ട് ഉണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ EMF ഉണ്ടായതുകൊണ്ടാണ്. എന്നാൽ ഈ EMFൻ്റെ അളവ് എപ്പോഴാണ് കൂടിയത്? ഒന്നാമത്തെ സന്ദർഭത്തിൽ, എന്ന് പറഞ്ഞാൽ ശക്തി കൂടിയ കാന്തം ഉപയോഗിച്ചപ്പോൾ. അപ്പോൾ സോളിനോയിഡിൽ ഉണ്ടായ EMFനെ സ്വാധീനിച്ച ഘടകം ഏതായിരിക്കും? കാന്തത്തിൻ്റെ ശക്തി തന്നെ ആണ്. അതായത് കാന്തശക്തി കൂടുമ്പോൾ സോളിനോയിഡിൽ ഉണ്ടാകുന്ന പ്രേരിത EMFൻ്റെ അളവ് കൂടുന്നു എന്നർത്ഥം. When the strength of the magnet is increased, the induced EMF produced in the solenoid is also increased. മറ്റൊരു പ്രവർത്തനം നിരീക്ഷിക്കൂ. ഇവിടെ വ്യത്യസ്ത എണ്ണം ചുറ്റുകളുള്ള സോളിനോയിഡുകളെ ഗാൽവനോമീറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഈ പരീക്ഷണത്തിന് വേണ്ടി നാം ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന കാന്തം ഒരേ അളവിലാണ്, ഒരേ സ്ട്രെങ്ത്താണ്. ചുറ്റുകൾ കൂടുതലുള്ള സോളിനോയിഡിനുള്ളിലേക്ക് കാന്തത്തെ ചലിപ്പിക്കുന്നു. ഇവിടെ ഗാൽവനോമീറ്റർ സൂചി കൂടുതൽ വിഭ്രംശിച്ചതായിട്ട് കാണാം.
അതായത് സോളിനോയിഡിൽ കൂടുതൽ കറണ്ട് ഉണ്ടായി എന്നർത്ഥം. അതുപോലെ ചുറ്റുകൾ കുറവുള്ള സോളിനോയിഡിനുള്ളിലേക്കാണ് കാന്തത്തെ ചലിപ്പിച്ചതെങ്കിലോ അവിടെ ഗാൽവനോമീറ്റർ സൂചി കുറഞ്ഞ അളവിലേ വിഭ്രംശിച്ചിരിക്കുന്നതുള്ളൂ. എന്ന് പറഞ്ഞാൽ അവിടെ സോളിനോയിഡിൽ ഉണ്ടാകുന്ന കറണ്ട് കുറവാണ് എന്നർത്ഥം. ഈ രണ്ട് പ്രവർത്തനങ്ങളിലും നാം ഉപയോഗിച്ചത് ഒരേ കാന്തമാണ്. എന്നാൽ സോളിനോയിഡുകളിൽ ഉണ്ടായ EMF തുല്യമല്ല എന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ ഏത് സോളിനോയിഡിലാണ് ഇവിടെ കൂടുതൽ വോൾട്ടത കാണിച്ചത് അഥവാ EMF ഉണ്ടായത്? അതെ, ചുറ്റുകളുടെ എണ്ണം കൂടുതലുള്ള സോളിനോയിഡിലാണ്. അപ്പോൾ ഇവിടെ പ്രേരിത EMFനെ സ്വാധീനിച്ച ഘടകം ഏതായിരിക്കും? സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം തന്നെ. അതായത് സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ സോളിനോയിഡിൽ ഉണ്ടാകുന്ന പ്രേരിത EMFന്റെ അളവ് കൂടുന്നു എന്നർത്ഥം. When the number of turns in the solenoid is increased, the induced EMF produced in the solenoid is also increased. Connect the solenoids having different number of turns into the galvanometer. 1. Insert the magnet into the solenoid having more turns. Our observation, galvanometer needle deflected more. That is, more current is produced in the solenoid. And the second one, insert the magnet into the solenoid having less turns. Galvanometer needle is deflected less. That means current or EMF produced in the solenoid is less. When the number of turns in the solenoid is increased, the induced EMF produced in the solenoid is also increased. That is, when the number of turns in the solenoid is decreased, the induced EMF produced in the solenoid is also decreased. മൂന്നാമത്തെ പ്രവർത്തനം നിരീക്ഷിക്കുക. ഇവിടെ ഒരേ അളവിലുള്ള കാന്തമാണ് എടുത്തിരിക്കുന്നത്. തുല്യ എണ്ണം ചുറ്റുകളുമാണ് എടുത്തിരിക്കുന്നത്. കാന്തത്തെ സോളിനോയിഡിനുള്ളിലേക്ക് കുറഞ്ഞ വേഗതയിൽ ചലിപ്പിക്കുന്നു. ഗാൽവനോമീറ്റർ സൂചി കുറഞ്ഞ അളവിൽ വിഭ്രംശിക്കുന്നതായിട്ട് കാണാം. അതായത് സോളിനോയിഡിൽ ഉണ്ടായ കറണ്ട് കുറവാണ്. എങ്കിൽ കാന്തത്തെ സോളിനോയിഡിനുള്ളിലേക്ക് കൂടിയ വേഗതയിൽ ചലിപ്പിച്ചപ്പോഴോ ഇവിടെ ഗാൽവനോമീറ്റർ സൂചി കൂടുതൽ വിഭ്രംശിച്ചതായിട്ട് കാണുന്നു. അതായത് സോളിനോയിഡിൽ കൂടുതൽ EMF ഉണ്ടായി എന്നല്ലേ അർത്ഥം? അപ്പോൾ ഏത് പ്രവർത്തനത്തിലാണ് ഗാൽവനോമീറ്റർ സൂചി കൂടുതലായി വിഭ്രംശിച്ചത്? കാന്തം കൂടിയ വേഗത്തിൽ ചലിപ്പിച്ചപ്പോൾ. എപ്പോഴായിരിക്കും EMFും കൂടിയത്? കൂടിയ വേഗത്തിൽ ചലിപ്പിച്ചപ്പോൾ. എങ്കിൽ ഈ EMFനെ സ്വാധീനിച്ച ഘടകം ഏതാണ്? ഇവയുടെ ചലന വേഗതയാണ്. ഒന്നുകിൽ നമുക്ക് കാന്തത്തെ ചലിപ്പിക്കാം, അല്ലെങ്കിൽ കാന്തത്തെ നിശ്ചലമാക്കിക്കൊണ്ട് സോളിനോയിഡിനെ ചലിപ്പിക്കാം. കാന്തത്തെ അല്ലെങ്കിൽ സോളിനോയിഡിൻ്റെ ചലന വേഗത കൂടുമ്പോൾ സോളിനോയിഡിൽ ഉണ്ടാകുന്ന പ്രേരിത EMFന്റെ അളവ് കൂടി എന്നാണ് നാം ഇതിൽ നിന്നും മനസ്സിലാക്കിയത്. When the speed of motion of the magnet or solenoid is increased, the induced EMF produced in the solenoid is also increased. 1. Insert the magnet into the solenoid with lesser speed. Galvanometer needle is deflected less. That means current or EMF produced in the solenoid is less. And insert the magnet into the solenoid with a greater speed. Galvanometer needle deflected more. That means more current or EMF is produced in the solenoid. അപ്പോൾ ഇവിടെ ചലനവേഗത കൂടിയത് കൊണ്ടാണ് EMFന്റെ അളവ് കൂടിയത് എന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് നമുക്ക് ക്രോഡീകരിച്ചാലോ? പട്ടിക നിരീക്ഷിക്കുക. ഗാൽവനോമീറ്റർ സൂചിയുടെ വിഭ്രംശനം എപ്പോഴൊക്കെയാണ് കൂടുക അല്ലെങ്കിൽ കുറയുക? 1. ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, വിഭ്രംശനം കൂടുന്നു. 2.
ശക്തി കൂടിയ കാന്തം ഉപയോഗിച്ചപ്പോൾ വിഭ്രംശനം കൂടി. 3. കാന്തത്തിൻ്റെ അല്ലെങ്കിൽ സോളിനോയിഡിൻ്റെ ചലനവേഗത കൂട്ടിയപ്പോൾ വിഭ്രംശനം കൂടി. അല്ലേ? എങ്കിൽ ഒരു സോളിനോയിഡിൽ ഉണ്ടാകുന്ന പ്രേരിത EMFനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നവയല്ലേ? ഏതൊക്കെയാണവ? സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം, കാന്തത്തിൻ്റെ ശക്തി, കാന്തം അല്ലെങ്കിൽ സോളിനോയിഡിൻ്റെ ചലനവേഗത. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽഡ് കണ്ടക്ടർ, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ്, സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ദി മാഗ്നറ്റ് ഓർ കോയിൽ. ഇവിടെ ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഉപകരണം എന്താണെന്ന് മനസ്സിലായല്ലോ. വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ മനസ്സിലാക്കുന്നതിനും വൈദ്യുതിയുടെ അളവ് കണ്ടെത്തുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. മുകളിൽ പറഞ്ഞ പ്രവർത്തനങ്ങളെ നമുക്ക് 2 തരത്തിലുള്ള സർക്യൂട്ടുകളിൽ ഘടിപ്പിക്കാം. ഒന്ന്, ഗാൽവനോമീറ്റർ, സോളിനോയിഡ്, ബാർ കാന്തം, കണക്റ്റിംഗ് വയർ. 2, ഗാൽവനോമീറ്റർ, റിയോസ്റ്റാറ്റ്, സെല്ല്, സ്വിച്ച്, കണക്റ്റിംഗ് വയർ. ഇവയിൽ ആദ്യത്തെ പ്രവർത്തനം ഒന്ന് നിരീക്ഷിക്കുക. ഗാൽവനോമീറ്ററുമായി സോളിനോയിഡ് ഘടിപ്പിച്ച് കാന്തം സോളിനോയിഡിനുള്ളിലേക്കും പുറത്തേക്കും തുടർച്ചയായി ചലിപ്പിക്കുന്നു. ഇപ്പം മുകളിൽ ചെയ്ത പ്രവർത്തനം തന്നെയാണ് അല്ലേ? കാന്തം സോളിനോയിഡിനുള്ളിലേക്ക് ചലിപ്പിക്കുമ്പോഴും പുറത്തേക്ക് ചലിപ്പിക്കുമ്പോഴും ഗാൽവനോമീറ്റർ സൂചി ഇരുവശങ്ങളിലേക്കും തുടർച്ചയായി ചലിക്കുന്നത് കാണാം. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സോളിനോയിഡിൽ ഉണ്ടാകുന്ന വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ തുടർച്ചയായി മാറുന്നു എന്നല്ലേ? അപ്പോൾ ബാർ കാന്തം സോളിനോയിഡിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഒരു ദിശയിലും ബാർ കാന്തം പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ എതിർ ദിശയിലുമാണ് ചലിപ്പിക്കുന്നത്. അപ്പോൾ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ 2 ദിശകളിലും ഉണ്ടായി എന്ന് അർത്ഥം. രണ്ടാമത്തെ പ്രവർത്തനം, ഗാൽവനോമീറ്റർ, സെൽ, പ്രതിരോധകം, സ്വിച്ച്, കണക്റ്റിംഗ് വയർ എന്നിവ ശ്രേണിയിൽ ഘടിപ്പിക്കുന്നു. ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്നത് എന്താണ്? ഗാൽവനോമീറ്റർ സൂചി ഒരു വശത്തേക്ക് ചലിച്ച് അവിടെ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയങ്ങളിൽ എത്ര വരെയാണോ അതുവരെ സൂചി അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ എന്താ മനസ്സിലായത്? സോളിനോയിഡിൽ കൂടി ഒരു ദിശയിൽ മാത്രം വൈദ്യുതി പ്രവഹിച്ചു. ഇവിടെ ഒന്നാമത്തെ പ്രവർത്തനത്തിൽ ഗാൽവനോമീറ്റർ സൂചിയുടെ വിഭ്രംശനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഗാൽവനോമീറ്റർ സൂചി ഇരുവശങ്ങളിലേക്കും ചലിച്ചു എന്നതാണ്. ഗാൽവനോമീറ്റർ സൂചി ഇരുവശങ്ങളിലേക്കും ചലിച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ മാറി എന്നും മനസ്സിലാക്കാം. ഇങ്ങനെ വൈദ്യുതി മാറിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അതിനെ നാം വിളിക്കുന്ന പേരാണ് പ്രത്യാവർത്തി ധാര വൈദ്യുതി, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നും പറയാം. AC എന്നതാണ് ഇതിൻ്റെ ചുരുക്കപ്പേര്. രണ്ടാമത്തെ പ്രവർത്തനത്തിലാണെങ്കിലോ ഗാൽവനോമീറ്റർ സൂചി ഒരു വശത്തേക്ക് മാത്രം ചലിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഗാൽവനോമീറ്റർ സൂചി ഒരു വശത്തേക്ക് മാത്രം ചലിക്കുകയാണെങ്കിൽ ഒരു ദിശയിൽ മാത്രമേ അവിടെ വൈദ്യുതി ഒഴുകിയിട്ടുള്ളൂ എന്നാണ് അർത്ഥം. ഇങ്ങനെ ഒരു ദിശയിലേക്ക് മാത്രം ഒഴുകിയ ആ വൈദ്യുതിയെ നാം വിളിക്കുന്ന പേര് നേർധാര വൈദ്യുതി അഥവാ ഡയറക്റ്റ് കറണ്ട് എന്നാണ്. ഇതിനെ DC എന്ന ഷോർട്ട് നെയിമിൽ വിളിക്കാം. ഒന്നുകൂടി പറഞ്ഞാൽ, തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നേർധാര വൈദ്യുതി അഥവാ ഡയറക്റ്റ് കറണ്ട്. എന്നാൽ ക്രമമായ ഇടവേളകളിൽ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് പ്രത്യാവർത്തി ധാര വൈദ്യുതി അഥവാ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. The galvanometer is connected to a solenoid. A magnet is moved in and out continuously in the solenoid. Galvanometer needle is deflected on both sides. That means direction of current produced in the solenoid is changing. And the second one, the galvanometer, cell, resistor and switch are connected in series. When the circuit is switched on, we can observe galvanometer needle deflected towards one side and stays there. That means
current flows only in one direction through the solenoid. From this experiment, we can understand that a current that flows only in one direction continuously is a direct current, that is DC, and current that changes direction at regular intervals of time is an alternating current, that is AC. ഇവിടെ രണ്ട് തരത്തിലുള്ള വൈദ്യുതി ഉണ്ടായതല്ലേ മനസ്സിലായത്? ഒന്ന് എ സിയും രണ്ട് ഡി സിയും. എങ്കിൽ ഇവയെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയുക? അപ്പോൾ ഇവയെ തിരിച്ചറിയാവുന്ന ഒരു ഗ്രാഫ് നിരീക്ഷിക്കുക. ഒന്നാമത്തെ ഗ്രാഫിലെ ഇ എം എഫിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ബാറ്ററി ആയിരുന്നു. രണ്ടാമത്തെ ഗ്രാഫിലെ സോളിനോയിഡും കാന്തവും തമ്മിലുള്ള പരസ്പര ചലനത്തിൻ്റെ ഭാഗമായിരുന്നു. ഒന്നാമത്തെ ഗ്രാഫിലെ ഇ എം എഫിൻ്റെ അളവോ ദിശയോ ഇവിടെ മാറുന്നില്ല. ചിത്രം നിരീക്ഷിക്കുക. ഒന്നാമത്തെ ഗ്രാഫിൽ നിന്ന് ലഭിക്കുന്നത് നേർധാരാ വൈദ്യുതിയാണെന്ന് മനസ്സിലാക്കാം. എങ്കിൽ രണ്ടാമത്തെ ഗ്രാഫ് നിരീക്ഷിക്കുക. ഇവിടെ ഇ എം എഫിൻ്റെ അളവ് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പോസിറ്റീവ് വശത്തും കാണാം, നെഗറ്റീവ് വശത്തും കാണാം. അതുകൊണ്ട് അത് ദിശ മാറിയ കറണ്ടിനെയാണ് സൂചിപ്പിക്കുന്നത്. എങ്കിൽ രണ്ടാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് പ്രത്യാവർത്തി ധാരാ വൈദ്യുതിയാണ്, അഥവാ എ സി കറണ്ടിനെ സൂചിപ്പിക്കുന്ന ഗ്രാഫാണെന്നും മനസ്സിലാക്കാം. ഇത്തരം പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന അസൈൻമെൻറ്റ് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തി വയ്ക്കേണ്ടതാണ്. ചോദ്യം വ്യക്തമായി വായിക്കുക.